ബന്ധങ്ങൾ തകരാൻ കാരണമാകുന്ന 3 റിലേഷൻഷിപ്പ് പാറ്റേൺ. നമ്പർ 1 എന്ന് പറയുന്നത് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ സ്വന്തം ഭാഗത്തെ മിസ്റ്റേക്കിനെ ഇങ്ങനെ മറച്ചു വെക്കും, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. രണ്ടാമത്തേത് അങ്ങോട്ടും ഇങ്ങോട്ടും സദാസമയം ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ, ഒരു അപ്രീസിയേഷൻ പോലും കൊടുക്കാണ്ടിരിക്കുക. അവരെന്ത് ചെയ്താലും കുറ്റം, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇങ്ങനെ ചെയ്തത് നന്നായില്ല, ഇങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല, അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ അംഗീകരിക്കാൻ ഒരു മനസ്സില്ല എന്നതാണ് അവിടെ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായി സംസാരിക്കാതിരിക്കുന്ന ഒരു പ്രവണതയാണ്. എന്ത് ചോദിച്ചാലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുകയാണ് എന്നുണ്ടെങ്കിൽ മാനസികമായ അകൽച്ച കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. കാരണം നമ്മൾ ഓക്കെ അല്ലാത്തൊരു കാര്യമാണ് ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ എങ്ങനെയെങ്കിലും ആ ബന്ധം പോട്ടെ എന്നുള്ള രീതി ചിന്തിക്കുന്നത്, അതെല്ലാം തെറ്റ് തന്നെയാണ്. വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് പാറ്റേണിലേക്കൊന്നും പോകാതിരിക്കുക. കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടും ഓപ്പൺ ആയിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ മാറ്റിയെടുക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ കൊണ്ടുവരണമെങ്കിൽ അതിനും ഒക്കെ സാധ്യമാണ്. അപ്പൊ ഈ 3 റിലേഷൻഷിപ്പ് പാറ്റേൺ ആണ് ബന്ധങ്ങൾ തകരാൻ കാരണമാകുന്നത്. നമ്മൾ അതിൽ ഏതെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടറിഞ്ഞ് തിരുത്തിക്കൊള്ളൂ കേട്ടോ.